Hi friends, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 6ലെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സിലബസിലെ വയർലെസ് നെറ്റ്വർക്കിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, രണ്ട് പാർട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണ് വയർലെസ് നെറ്റ്വർക്കിംഗ്, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, പിന്നെ അതിൽ കുറേ പാർട്സ് എന്തൊക്കെയാണ്, ബേസിക് സ്ട്രക്ചറിലെ പാർട്സുകൾ, അങ്ങനെ പിന്നെ അടുത്തത് ഡിസ്കസ് ചെയ്ത ഫിക്സഡ് നെറ്റ്വർക്കും വയർലെസ് നെറ്റ്വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് പാർട്ട് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് എങ്ങനെയാണ് വയർലെസ് നെറ്റ്വർക്കിൻ്റെ എവല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പാർട്ട് 3ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം, എന്നിട്ട് വേണം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് വയർലെസ് നെറ്റ്വർക്കാണ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡായിട്ട് നമ്മൾ സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വയർലെസ് സിസ്റ്റം എംപ്ലോയ് ഡിജിറ്റൽ മോഡുലേഷൻ ആൻഡ് അഡ്വാൻസ്ഡ് കോൾ പ്രോസസ്സിംഗ് capabilities. Example of second generation wireless system include Global System for Mobile (GSM), the TDMA and CDMA US digital standards, and second generation cordless telephone (CT2) and British standard for cordless telephony, the personal access communication system (PACS), local loop standard, and digital European cordless telephone DECT, which is in the Europe standard for cordless and office telephony. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ സെക്കൻഡ് ജനറേഷൻ വയർലെസിൻ്റെ എടുക്കേണ്ട എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന GSM, അതേപോലെ TDMA ആൻഡ് CDMA ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് TDMA CDMA US ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ IS54ഉം IS95 സ്റ്റാൻഡേർഡ്സും ആണ് അതിലുള്ളത്. സെക്കൻഡായിട്ട് നമ്മൾ പറയുന്നത് സെക്കൻഡ് ജനറേഷൻ കോർഡ്ലെസ് ടെലിഫോൺ CT2 എന്ന് പറയും. ഇതിൽ യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് കോർഡ്ലെസ് ടെലിഫോണിയാണ്. അതേപോലെ തന്നെ പേഴ്സണൽ ആക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം PACS, ഇതിൽ യൂസ് ചെയ്യുന്ന ലോക്കൽ ലൂപ്പ് സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ DECT ഡിജിറ്റൽ യൂറോപ്യൻ കോർഡ്ലെസ് ടെലിഫോൺ, അതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഫോർ കോർഡ്ലെസ് ആൻഡ് ഓഫീസ് ടെലിഫോൺ. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾ. ഇതിൽ മെയിനായിട്ട് അവർ എംപ്ലോയ് ചെയ്യുന്നത് ഡിജിറ്റൽ മോഡുലേഷനും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് കോൾ പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റീസ് അവർ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക്സ് ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് new network architecture that have reduced the computational burden of the MSC. For example, GSM has introduced the concept of base station controller BSC, which is inserted between several base station and MSC. In PACS or VACS, the BSC is called a radio port control unit. അപ്പോൾ GSMൽ ഒരു ബേസ് സ്റ്റേഷൻ കൺട്രോളർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബിറ്റ്വീൻ സെവറൽ ബേസ് സ്റ്റേഷൻസ് ആൻഡ് ദി BSC. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിൽ ഒരു പ്രധാനപ്പെട്ട ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ന്യൂ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ദാറ്റ് ഹാവ് ബീൻ റിഡ്യൂസ് ദ കമ്പ്യൂട്ടേഷണൽ ബർഡൻ ഓഫ് MSC. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ബർഡൻ ഓഫ് MSCയുടെ കമ്പ്യൂട്ടേഷൻ ബർഡൻ അവർ റിഡ്യൂസ് ചെയ്യുകയും ചെയ്തു ഇതുവഴി. സോ ദ ആർക്കിടെക്ചറൽ ചേഞ്ചസ് ഹാസ് അലൗഡ് ദ ഡാറ്റ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആൻഡ് MSC to be standardized thereby allowing carriers to use different manufacturers for MSC and BSC components. അപ്പോൾ ആർക്കിടെക്ചറൽ ചേഞ്ചസ് അവർക്ക് ഡിഫറെൻറ്റ് ഡാറ്റ ഇൻ്റർഫേസ് കൊണ്ടുവരാനും അതേപോലെ തന്നെ ബേസ് സ്റ്റേഷൻ കൺട്രോളറും MSC നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനും അതുവഴി ഡിഫറെൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് എന്ന് വരുന്ന MSC മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ BSC കമ്പോണൻറ്റ്സ് ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്ന് വാങ്ങാനും കഴിഞ്ഞു. സോ ദിസ് ട്രെൻഡ് ഇൻ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഇൻ്റർ ഓപ്പറബിലിറ്റി ഈസ് ന്യൂ ടു സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക്. അപ്പോൾ പ്രധാനമായിട്ടും ഈ സ്റ്റാൻഡർഡൈസേഷൻ പോളിസിയും അതേപോലെ തന്നെ ഇൻ്റർ ഓപ്പറബിലിറ്റി ആണ് ഈ സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിനും പ്രധാനമായിട്ടുള്ള ചേഞ്ചസ്. ഇവൻച്വലി വയർലെസ് നെറ്റ്വർക്ക് കമ്പോണൻറ്റ്സ് സച്ച് ആസ് ദി MSC ആൻഡ് BSC will be available as off-the-shelf components much like their wireline telephonic counterparts. അപ്പോൾ വയർലൈൻ ടെലിഫോണിക് കൗണ്ടർപാർട്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇനി ഇപ്പോൾ വയർലെസ് നെറ്റ്വർക്ക് കമ്പോണൻറ്റ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ all second generation systems uses digital voice coding and digital modulation. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ വോയിസ് കോഡിങ്ങും ഡിജിറ്റൽ മോഡുലേഷനും ആണ്. അപ്പോൾ സെക്കൻഡ് വയർലെസ് ജനറേഷനിൽ മെയിനായിട്ട് GSM, പിന്നെ DECT, അതുപോലെ PACS, പിന്നെ വരുന്നത് സെക്കൻഡ് ജനറേഷൻ കോർഡ്ലെസ് ടെലിഫോൺ. ഇതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ. മെയിനായിട്ട് ഡിജിറ്റൽ മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഡിജിറ്റൽ വോയിസ് കോഡിങ്ങും
പിന്നെ അതേപോലെ തന്നെ BSc എന്ന് പറഞ്ഞൊരു കൺട്രോളിങ് യൂണിറ്റ് ഇവിടെ കൊണ്ടുവന്നു. അതുവഴി ആർക്കിടെക്ചറൽ ചേഞ്ചസ് വരുത്താനും പറ്റി. അതുപോലെ തന്നെ അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ ബേർഡനും കുറച്ചു. MSCയുടെ ഒക്കെ കമ്പ്യൂട്ടേഷണൽ ബേർഡനും കുറച്ചു. MSc എന്ന് പറയുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ബേർഡൻസും കുറച്ചു. അതേപോലെ തന്നെ ഇൻ്റർ ഓപ്പറബിലിറ്റി പോസിബിൾ ആക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിൻ്റെ പ്രത്യേകതകൾ. ദ സിസ്റ്റം എംപ്ലോയ് ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസ്, കോമൺ ചാനൽ സിഗ്നലിംഗ് വിത്തിൻ ദ എയർ ഇൻ്റർഫേസ് ഫോർ ദ സൈമൾട്ടേനിയസ് എക്സ്ചേഞ്ചിങ് വോയിസ് ആൻഡ് കൺട്രോൾ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ദ സബ്സ്ക്രൈബർ, ബേസ് സ്റ്റേഷൻ ആൻഡ് MSC വയ എ കോൾ ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക്സിനകത്ത് അവർ ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസ്, സിഗ്നൽസിങ്സ് ഒക്കെ കൊണ്ടുവന്നു. അതുവഴി അറ്റ് എ ടൈം സൈമൾട്ടേനിയസ്ലി വോയിസും അതേപോലെ തന്നെ കൺട്രോൾ ഇൻഫർമേഷന് സബ്സ്ക്രൈബർ ടു ബേസ് സ്റ്റേഷൻ ആൻഡ് ബേസ് സ്റ്റേഷൻ ടു MSC ആ കോൾ ഇൻ പ്രോഗ്രസ് ആകുന്ന സമയത്ത് തന്നെ സൈമൾട്ടേനിയസ്ലി ഇതെല്ലാം പാസ് ചെയ്യാനൊരു ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസ് അവർ കൊണ്ടുവന്നു. ആൻഡ് അതേപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ സിസ്റ്റം ഓൾസോ പ്രൊവൈഡ് ഡെഡിക്കേറ്റഡ് വോയിസ് ആൻഡ് സിഗ്നലിംഗ് ട്രങ്ക്സ് ബിറ്റ്വീൻ MSC ആൻഡ് ബിറ്റ്വീൻ ദി ഈച്ച് MSC ആൻഡ് PSTN. അതേപോലെ തന്നെ PSTN MSCയും ഡയറക്റ്റ് അതുമായിട്ട് ഡെഡിക്കേറ്റഡ് വോയിസ് ആൻഡ് സിഗ്നലിംഗ് ട്രങ്ക്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ കോൺട്രാസ്റ്റ് ടു ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം വിച്ച് were designed primarily for voice, and second generation wireless network have been specifically designed to provide paging and other data services such as fast mail and high data rate network access. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി വോയിസ് മാത്രമേ നമ്മൾ BSc ടു MSc അല്ലെങ്കിൽ MSc ടു PhD പോയിക്കൊണ്ടിരുന്നുള്ളൂ. ബാക്കി കൺട്രോൾ ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നും പോയില്ലായിരുന്നു സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സെക്കൻഡ് ജനറേഷനകത്ത് അതിന് ഡയറക്റ്റായിട്ട് വോയിസും അതുപോലെ തന്നെ ഡാറ്റ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെറ്റ്വർക്ക് കൺട്രോളിംഗ് സ്ട്രക്ചർ ഈസ് മോർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ വയർലെസ് സിസ്റ്റം സിൻസ് മൊബൈൽ സ്റ്റേഷൻ അസ്യൂം ഗ്രേറ്റർ കൺട്രോൾ ഫങ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് മൊബൈൽ നെറ്റ്വർക്ക് കൺട്രോളിംഗ് സ്ട്രക്ചർ മോർ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുവഴി എന്തായിരിക്കും മൊബൈൽ സ്റ്റേഷൻ വെച്ചാൽ കുറച്ചുകൂടെ ഡാറ്റ കണക്ടിവിറ്റി അതേപോലെ തന്നെ വോയിസ് റിലയബിലിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇൻ സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്ക് ദ ഹാൻഡ് ഓഫ് പ്രോസസ് ഈസ് മൊബൈൽ കൺട്രോൾ ഈസ് നോൺ ആസ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് MAHO. And the mobile unit in these network perform several other functions not performed by the first generation subscriber units, such as received power reporting, adjacent base station scanning, data encoding and encryption. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിങ്ങിൽ ഹാൻഡ് ഓഫ് പ്രോസസ്സ് ഒരു മൊബൈൽ കൺട്രോൾഡ് ഹാൻഡ് ഓഫ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ MAHO എന്ന് വിളിക്കുന്നു, മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്. അതേപോലെ തന്നെ ദീസ് മൊബൈൽ യൂണിറ്റ്സ് ഇൻ ദീസ് നെറ്റ്വർക്ക് പെർഫോം സെവറൽ അതർ ഫങ്ഷൻസ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദി ഫസ്റ്റ് ജനറേഷൻ യൂണിറ്റ്, സച്ച് ആസ് reporting, power reporting and adjacent base station scanning, data encoding and encryption. അപ്പോൾ ഇതൊന്നും ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്സിൽ ചെയ്തിട്ടില്ല, പക്ഷേ സെക്കൻഡ് ജനറേഷനിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ആൻഡ് DECT DECT is an example of second generation cordless telephone standard which allow each cordless phone to communicate with any of a number of base station by automatically selecting the base station with greatest signal level. അപ്പോൾ DECT എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ എക്സാമ്പിളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻ അറ്റ് എ ടൈം നമ്പർ ഓഫ് ബേസ് സ്റ്റേഷനായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാനും അതിൻ്റെ ഹൈ സിഗ്നലിംഗ് ലെവലുള്ള ഗ്രേറ്റസ്റ്റ് സിഗ്നലിംഗ് ലെവലുള്ള ബേസ് സ്റ്റേഷനായിട്ട് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ DECT ദ ബേസ് സ്റ്റേഷൻ ഹാവ് ഗ്രേറ്റർ കൺട്രോൾ ഇൻ ടേംസ് ഓഫ് സ്വിച്ചിങ്, സിഗ്നലിംഗ് ആൻഡ് കൺട്രോളിംഗ് ഹാൻഡ് ഓഫ്. ഇപ്പോൾ DECTന് ഗ്രേറ്റർ കൺട്രോൾ ഉണ്ട് സ്വിച്ചിങ്ങിലും സിഗ്നലിങ്ങിലും, കൺട്രോളിംഗ് ഹാൻഡ് ഓഫ്സ് കൺട്രോൾ ചെയ്യുന്നതിലും ഗ്രേറ്റർ കൺട്രോൾ ഉണ്ട്. ഇൻ ജനറൽ second generation system have been designed to reduce the computational and switching burden at the base station or MSC while providing more flexibility in the channel allocation scheme so that the system may be deployed rapidly and in a less coordinated manner. അപ്പോൾ മെയിനായിട്ട് സെക്കൻഡ് ജനറേഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിന് കമ്പ്യൂട്ടേഷണൽ ബേർഡൻസ് കുറയ്ക്കുക, അതേപോലെ സ്വിച്ചിങ് ബേർഡൻസ് കുറയ്ക്കുക, ഇതൊക്കെയാണ്. അതേപോലെ മോർ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഇതാണ് സെക്കൻഡ് ജനറേഷനോട് ഉദ്ദേശം. ഇതെല്ലാം DECT അല്ലെങ്കിൽ GSM ഇതിലെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കാണ്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ നമ്മൾ കഴിഞ്ഞു, അതിനകത്ത് എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ തേർഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിനകത്ത് യൂസ് ചെയ്യുന്നത്
will be evolved from mature second generation system. അപ്പോൾ മെയിനായിട്ട് സെക്കൻഡ് ജനറേഷനിൽ നിന്ന് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തതാണ് തേർഡ് ജനറേഷൻ. The aim of the third generation wireless network is to provide a single set of standard that can meet a wide range of wireless application and provide universal access throughout the world. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിംഗിൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതേപോലെ വൈഡ് റേഞ്ച് ഓഫ് വയർലെസ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് യൂണിവേഴ്സൽ ആക്സസ് ത്രൂ ഔട്ട് ദി വേൾഡ്. അപ്പോൾ യൂണിവേഴ്സൽ ആക്സസ് പ്രൊവൈഡ് എന്നുള്ളതാണ് 3G. നമ്മൾ 3G എന്ന് കേട്ടിട്ടുണ്ടാവില്ല, 2G 3G. ഇപ്പോൾ 3G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. In third generation wireless system, the distinction between cordless telephones and cellular telephones will disappear, and a universal personal communicator, a personal handset, will provide access to a variety of voice, data and video communication services. അപ്പോൾ തേർഡ് ജനറേഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, കോർഡ്ലെസ് ടെലിഫോണും അല്ലെങ്കിൽ സെല്ലുലാർ ടെലിഫോൺസ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അത് അപ്പാടെ അങ്ങ് കളയും. അതേപോലെ തന്നെ യൂണിവേഴ്സൽ പേഴ്സണൽ കമ്മ്യൂണിക്കേറ്റർ, നമ്മുടെ പേഴ്സണൽ ഹാൻഡ്സെറ്റ്, നമ്മുടെ മൊബൈൽ ഫോൺ, ഇങ്ങനൊരു സംഭവം അവർ കൊണ്ടുവന്നു. ആൻഡ് വിൽ പ്രൊവൈഡ് ആക്സസ് ടു വെറൈറ്റി ഓഫ് വോയിസ്, ഡാറ്റ, അതേപോലെ വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഇതിലോട്ടൊക്കെയുള്ള സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. തേർഡ് ജനറേഷൻ സിസ്റ്റം വിൽ യൂസ് ദ ബ്രോഡ്ബാൻഡ് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് BISDN to provide access to information networks such as the internet and other public and private databases. അപ്പോൾ തേർഡ് ജനറേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്കാണ്, BISDN. ഇതാണ് നമുക്ക് അതർ നെറ്റ്വർക്ക്സിലോട്ട് നെറ്റ്വർക്ക് ഇൻഫർമേഷൻസും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അതർ പ്രൈവറ്റ് പബ്ലിക് ഡാറ്റാബേസിലോട്ടൊക്കെ നമുക്ക് ആക്സസ് തരുന്നത്. ആൻഡ് തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക് വിൽ ക്യാരി മെനി ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ, വോയിസ്, ഡാറ്റ ആൻഡ് വീഡിയോ, വിൽ ഓപ്പറേറ്റ് ഇൻ വാരിഡ് റീജിയൻ, ഡെൻസ് ഓർ സ്പാഴ്സ്ലി populated regions, and will serve both stationary users and vehicular users traveling at high speeds. അപ്പോൾ ഇതിനോട് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം വോയിസ്, ഡാറ്റ അല്ലെങ്കിൽ വീഡിയോ എല്ലാം നമുക്ക് വേരിയസ് റീജിയൻസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മൊബൈൽ യൂസേഴ്സിനോ വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കോ വീട്ടിൽ സ്റ്റേഷനറി ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാൾക്കും എല്ലാവർക്കും സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസ് 3G നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So packet radio communication will likely be used to distribute network control while providing a reliable information transfer. ഇപ്പോൾ പാക്കറ്റ് റേഡിയോ കമ്മ്യൂണിക്കേറ്റർ ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്തിരിക്കുന്നത് ടു പ്രൊവൈഡ് എ റിലയബിൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ടേം പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം PCS ആൻഡ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് PCN ആർ യൂസ്ഡ് ടു ഇംപ്ലൈ എമർജിംഗ് ദ തേർഡ് ജനറേഷൻ വയർലെസ് സിസ്റ്റം ഫോർ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്. അപ്പോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലിഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺസ്. അപ്പോൾ മെയിനായിട്ട് ഈ ടേംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് മൊബൈൽ ഫോൺസിനൊക്കെയാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. Other names for PCS include Future Public LAN Mobile Telecommunication System FPLMTS for worldwide use, which has more recently been called International Mobile Telecommunication IMT 2000, and Universal Mobile Telecommunication System UMTS for Advanced Mobile Personal Service in Europe. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് ജനറേഷൻ വയർലെസ് നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാംസിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും നോട്ട്സ് ഇല്ലാത്തവർക്ക് ഇത് എന്തായിരിക്കും യൂസ്ഫുള്ളായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നിങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ഈ എടുക്കുന്ന ടോപ്പിക്സ് എല്ലാം സിലബസ് പ്രകാരമാണ്. സിലബസിൽ വേണ്ട കാര്യങ്ങൾ ആൻസേഴ്സ് അവർ പ്രതീക്ഷിക്കുന്ന ആൻസേഴ്സ് തന്നെയാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുക, നല്ലപോലെ എക്സാം എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇതിന് പാർട്ട് 4 ഉണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വയർലെസ് നെറ്റ്വർക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.